പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ അമ്മയെ പരിശുദ്ധമേ, ദേവമാതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ കൊതിയോടെ പങ്കെടുക്കാൻ വേണ്ടി ജാഗ്രതയോടെ എഴുന്നേറ്റ് വന്ന മക്കളെ ഞാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകര നിൻ്റെ ശിരസിൽ പതിക്കട്ടെ. നിന്നെ ബുദ്ധിമുട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ, അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപാസാൽത്താര ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ രഹസ്യമായ സങ്കടങ്ങൾ, പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധമായ ഈ നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികളെ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശം കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിൻ്റെ ഹൃദയം ഭാരപ്പെടുന്നുണ്ട്. ദൈവത്തിലെ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നതെന്ന് ഓർക്കുക. കാരണം നിന്നെ കർത്താവ് ഓർക്കുന്നത് കൊണ്ടാണ് നീ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് ഓർക്കുക. നീ ദൈവത്തിൻ്റെ കരുണയിൽ നിന്നോ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നോ ദൈവത്തിൻ്റെ സന്ധിപ്പിൽ നിന്നോ ദൈവത്തിലെ നീ അകലെയല്ലെന്ന് ഓർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക. ദൈവത്തിലെ ഈ നോൻപുകാലത്ത് ഈ ദിവസങ്ങളിൽ നീ ചെയ്തിട്ടുള്ള നന്മ പ്രവൃത്തികൾ നിനക്ക് നിൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി നിനക്ക് തുണയാകട്ടെ എന്ന് അച്ഛൻ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ അർപ്പിച്ചുള്ള കുർബാനകൾ, ഞാൻ കർത്താവിൻ്റെ നാമത്തെ ലോകത്തിന് കൈമാറുന്നതിന് വേണ്ടി കാണിച്ചിട്ടുള്ള തീഷ്ണതകളെയും
അതിനുവേണ്ടി നിനക്കുണ്ടായ സന്തോഷങ്ങൾ ഞാൻ സ്മരിച്ചുകൊണ്ട് ഇപ്പം ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ കുടുംബത്തെ നീ ആശീർവദിക്കണമേ. ദൈവത്തിലെ കർത്താവ് എന്നോട് അളിച്ചതനുസരിച്ച് കൊണ്ട് എനിക്ക് നൽകിയ പട്ടാഭിഷേകത്തിൻ്റെയും പട്ടത്വത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ വേണ്ടി അള്ളിച്ചതുകൊണ്ട് എൻ്റെ നിയോഗിച്ച കർത്താവിൻ്റെ ചൈതന്യത്താൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു. നിൻ്റെ കുടുംബം ഇന്ന് നടന്നു പോകുന്ന, നിൻ്റെ ജീവിതം ഇന്ന് കടന്നു പോകുന്ന എല്ലാ തരത്തിലുള്ള ഭാരങ്ങൾ, എല്ലാ തരത്തിലുള്ള വിഷമതകൾ, നിനക്ക് തന്നെ നിൻ്റെ ജീവിത ഭാരങ്ങൾ ഏറ്റെടുക്കാൻ പറ്റാതിരിക്കുകയും നിനക്ക് ഉറക്കം പോലും കിട്ടാത്ത പ്രഷർ കയറുകയും നിൻ്റെ രോഗത്തെക്കുറിച്ചോ മറ്റ് ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ നിൻ്റെ മനസ്സ് ഭാരപ്പെടുന്നുണ്ടോ, ദൈവവേദനെ ഇപ്പോഴിവിടെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ജനക്കോടിയിൽ പങ്കുവെക്കുന്ന അനുഗ്രഹത്തിൻ്റെ വലിയ ശക്തമായ അംശങ്ങൾ നിനക്ക് അവകാശവും ഓഹരിയുമാകട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവവേദനെ നീ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ അത് നിൻ്റെ കുടുംബത്തിനും നിൻ്റെ കൂടപ്പിറപ്പുകൾക്കും ഗുണകരമെങ്കിൽ അതിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാം നിറവേറാൻ വേണ്ടി യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. കർത്താവെ, നിൻ്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ കരുണ തോന്നണമേ. കർത്താവെ, നിൻ്റെ മുൾക്കെടുത്ത് ഓർത്തുകൊണ്ട് അതിൽ നിറ്റ് വീഴുന്ന രക്തത്തെ ഓർത്തുകൊണ്ട് കുടുംബത്തോട് കരുണ തോന്നണമേ. കർത്താവെ, നിൻ്റെ കുരിശ് മരണത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തെ കണ്ണുതോന്നെ സർവോപരി എൻ്റെ കർത്താവെ അങ്ങനെ മഹത്വപൂർണ്ണ തിരുവുത്ഥാനത്തെ അനുസ്മരിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും കുടുംബപ്പുറപ്പുകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും യേശു ക്രിസ്തു നാമത്തെ ആശീർവദിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതല്ല, ഇന്ന് കർത്താവ് അൾത്താരയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എല്ലാ ദിവസവും സംസാരിക്കുക. അപ്പോൾ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ടൈമാണ്. കർത്താവ് കമ്മ്യൂണിയലായി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ ഉണ്ടാകണം. പിന്നെ വചനം വായിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധ ഉണ്ടാകണം. പിന്നെ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ വരുമ്പോഴും ശ്രദ്ധ. ഈ 3 സമയത്തും ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയങ്ങളിലെല്ലാം കുറച്ച് ശ്രദ്ധയുണ്ടാകണം. കൂട്ടായ്മ ശ്രദ്ധയുണ്ടാകണം, വചനം വായിക്കുമ്പോൾ ശ്രദ്ധയുണ്ടാകണം, കുർബാനയ്ക്ക് കൂടുമ്പോൾ ശ്രദ്ധയുണ്ടാകണം. ഇതെല്ലാം കർത്താവ് നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളാണ്. ഇന്ന് എന്നോട് സംസാരിച്ച കാര്യം എന്ന് പറയുന്നത്, നീ ഒരു സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്താൽ അതായിരിക്കും നിൻ്റെ ജീവിതകാലം മുഴുവനും നിൻ്റെ സ്നേഹത്തിൻ്റെ ലെവലെന്ന് പറയുന്നത്. സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു ദൈവസ്നേഹത്തിലെ നിനക്ക് ഒരു ലെവലെടുത്തു കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി സാക്ഷ്യമാകുക, ദൈവത്തിന് വേണ്ടി നമ്മൾ ഏറ്റുപറയുക, അങ്ങനെ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ ദൈവം കൗണ്ട് ചെയ്യണത് ഒരു മനുഷ്യൻ്റെ റെക്കോർഡ് എങ്ങനെയാണ്. അവൻ ഇപ്പോൾ ഹൈ ജമ്പ് ചെയ്യുമ്പോഴും അവൻ ലോങ് ജമ്പ് ചെയ്യുമ്പോഴും അവൻ്റെ റെക്കോർഡെന്ന് പറയുന്നത് അവൻ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിൽ ചാടുകയും ഹൈറ്റിൽ ചാടുകയും ചെയ്ത റെക്കോർഡാണ് റെഫർ ചെയ്യണത്, കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിച്ചത് എന്നാണ്, അതാണ് നിൻ്റെ റേറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ചില സമയത്ത് അതിലൊക്കെ കുറഞ്ഞു പോകുമായിരിക്കും നീ, പക്ഷേ ദൈവം കൗണ്ട് ചെയ്യുമ്പോൾ നിന്നെ റെഫർ ചെയ്യുമ്പോൾ നിൻ്റെ ടോപ്പ് പോയിൻ്റാണ് എടുക്കത്തുള്ളൂ. അതറിയണമെങ്കിലേ ദൈവം അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. നിനക്ക് നേരത്തെ ചോദിക്കും, നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ലല്ലോ എന്ന് പറയും. വെളിപാട് 2:4 എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇത് ഒരു നെഗറ്റീവ് അല്ല ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അത് ഉപയോഗിക്കണത് ഇപ്പം ഇല്ലാത്തതിൻ്റെ അവസ്ഥയാണ് ദൈവം അഡ്രസ്സ് ചെയ്യണത്. നോ, ഇപ്പോൾ നിനക്ക് സ്നേഹം കുറഞ്ഞതിൻ്റെ അവസ്ഥയിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ അതല്ല ദൈവം റെഫർ ചെയ്യണത്. എന്താണ്? നിൻ്റെ ഏറ്റവും പീക്ക് ലവ് ആണ്. അതെപ്പോഴും അപ്പം നമ്മൾ ദൈവത്തോടാണ് നമ്മൾ ആ സ്നേഹം കാണിച്ച കാരണം അതാണ് നിൻ്റെ കറക്റ്റുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ താഴെ പോയാലും ദൈവം നിന്നെ കോംപ്രമൈസ് ചെയ്യും. ക്യാപ്ചർ നിനക്ക് ഒരു സ്പിരിച്വൽ സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്താൽ താഴെ നീ വീണാലും കർത്താവ് കോംപ്രമൈസബിളാണ്. എന്ന് വെച്ചാൽ റെഫറിന് ഫസ്റ്റ് ലവ് എടുക്കത്തുള്ളൂ, ഏറ്റവും പീക്ക് ലവ് മാത്രമേ റെഫർ ചെയ്യത്തുള്ളൂ. അതറിയണമെങ്കിലേ
ഇപ്പോൾ പത്രോസിനോട് പറഞ്ഞില്ലേ ഈശോ, യു ആർ റോക്ക് ഇൻ ദിസ് റോക്ക് ഐ ഷൽ ബിൽഡ് മൈ, കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചൊക്കെ പറഞ്ഞ സംഭവമാണത്. എന്താണ്? ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയുമെന്ന്. അപ്പോൾ എന്ത് കർത്താവിൻ്റെ മനസ്സിലുള്ള സന്തോഷം എന്ന് പറയുന്നതുണ്ട്, അപാര സന്തോഷമായിരിക്കും. പത്രോസ് റെക്കോർഡ് ചെയ്യണതാണ്, റെക്കോർഡിട്ട് എന്താണ്, യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ് എന്നൊക്കെ പറയുന്നത് ഇവിടെ. അപ്പോൾ അതെന്ന് വെച്ചാൽ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് അങ്ങോട്ട് പറയും, നീ യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്, നീ ക്രിസ്തുവാണെന്ന് പത്രോസ് പറയുമ്പോൾ കർത്താവിന് ആത്മാവിന് ഇങ്ങനെ ആനന്ദിക്കും, ആഹ്ലാദത്തോടെ പറയും. പിന്നെ കർത്താവ് കൺട്രോളില്ല പറയുക, യു ആർ റോക്ക് സൈമൺ ബാർജോന, യു ആർ റോക്ക് ഐ ദിസ് റോക്ക് ഐ ഷൽ ബിൽഡ് മൈ ചർച്ച്. എന്ത് രസമാണെന്ന് കേൾക്കുക. എനിക്ക് ഭയങ്കര ഈ കേക്ക് ഭയങ്കര അഭിഷേകം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പാറമേൽ നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയാം. അപ്പോൾ ഇതാണ് പത്രോസിനെ കുറിച്ച് കർത്താവിൻ്റെ ക്യാപ്ചർ വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് പത്രോസിനെ സ്നേഹിച്ചതായിട്ട് കർത്താവിന് ഫീൽ ചെയ്ത ഒരു ലവ് ഓഫ് ഗോഡ് ക്യാപ്ചർ പോയിൻ്റ് ഇതാണ്. ഇത് ഇനി പത്രോസിനൊക്കെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും കർത്താവ് കോംപ്രമൈസ് ചെയ്യും. അവൻ കിടന്ന് ഉറങ്ങിയില്ലേ കർത്താവ് ചോര വിയർക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് നീതികേടാണ് നിർവികേടാന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും കർത്താവ് പറഞ്ഞത് എന്താണ്, സാരമില്ല, ഇപ്പോൾ അവൻ്റെ റെക്കോർഡിൻ്റെയിലുണ്ട്, പഴയ റെക്കോർഡിൻ്റെയിലുണ്ടെന്ന്. എന്താണ് ആ റെക്കോർഡ് എന്താ വെച്ചാൽ, ആ റെക്കോർഡ് വെച്ചാൽ ഇപ്പോൾ ഓർക്കണം എന്താ വെച്ചാൽ, അവൻ പറയും ആത്മാവ് സന്നദ്ധമാണ്, പത്രോസിൻ്റെ ആത്മാവ് സന്നദ്ധമാണ്. ശരീരം ഇപ്പോൾ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ, ഐ ഡോണ്ട് മൈൻഡ് എന്നാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ഈ ഏറ്റവും ചെറിയ കൗണ്ട് പത്രോസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശം കൗണ്ട് ഡൗൺ വന്നിരിക്കുന്നതാണ്. പക്ഷേ അത് ഈശോ കൗണ്ട് ചെയ്യണില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 14:37-38. മർക്കോസ് 14:37-38. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ നീ ഉറങ്ങുന്നുവോ? ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അതാണ് സംഭവം. അപ്പം ആത്മാവ് സന്നദ്ധം എന്ന പോസിറ്റീവായിട്ടും പത്രോസിൻ്റെ നീ യുവർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ വെളിപാടിൻ്റെ, അതാണ് ആളുടെ മനസ്സിൽ കൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ശരീരം ബലഹീനമായെന്നുള്ള സെക്കൻഡ് പോയിൻ്റാണ്, അത് റെഫർ ചെയ്യണില്ല, അത് കർത്താവ് കൗണ്ട് ചെയ്യണില്ല. അതുകൊണ്ട് അതായത് നമ്മളെപ്പോൾ നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മുടെ ആദ്യം വെല്ലുവിളി എന്ന് പറയുന്നത് പിക് പോയിൻ്റുകളെ എൻ്റെ റേറ്റിംഗ് അല്ലേ, ഏറ്റവും ദൈവത്തെ സ്നേഹിക്കുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കത്തില്ലേ, അത് എല്ലാ ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഈ ആഴ്ച ഒരു ലിഫ്റ്റിംഗ് വേണം നമുക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ഒരു ചാലഞ്ചാണ്, ആ ജീവിതത്തിലൊരു വെല്ലുവിളി പോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫ്ലക്ച്വേഷൻസും ഫ്രസ്ട്രേഷൻസൊക്കെ സ്പിരിച്വൽ ലൈഫിൽ ഉള്ളതാണ്. പക്ഷേ കർത്താവ് കൗണ്ട് ചെയ്യണത് നമ്മുടെ പരാജയമല്ല, വിജയമായിരിക്കും. സോ ഹാവ് എ ഗുഡ് ഡേ. സങ്കീർത്തനം 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അതായത് നമ്മൾ ആദ്യം കണ്ട എന്താണ്? ആദ്യം കണ്ട വചനത്തിലുണ്ടായിരുന്നത് ഭക്തിയാണ്. 111:4 നമ്മൾ കണ്ടത് എന്താണ്? തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജീവിതമാർഗം നൽകുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അപ്പോൾ ഭക്തർക്ക് ജീവിതമാർഗം നൽകുന്നതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്താണ്? ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കണം. പിടികിട്ടിയാ? ദൈവം നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയെ ദൈവം അനുസ്മരിക്കണം. ദൈവം അനുസ്മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ ഭക്തി എന്ന് പറഞ്ഞ ഒട്ടരില്ലേ, അതെന്തുകൊണ്ടാണ് ഒട്ടണത്? ദൈവസ്നേഹത്താലാണ് ഒട്ടണത്. 91
സങ്കീർത്തനം അതല്ലേ പറയണേ, 91:14 അല്ലേ? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ, അവിടുന്ന് സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം. അപ്പോൾ ഒട്ടി നിൽക്കുമ്പോഴേ രക്ഷിക്കുക മാത്രമല്ല, ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കും. അവിടുന്ന് സ്നേഹത്തിൽ നമ്മൾ ദൈവത്തോട് ഒട്ടി നിൽക്കുകയാണെങ്കിൽ ഉടമ്പടി അനുസ്മരിക്കും. ഉടമ്പടി അനുസ്മരിച്ചാൽ മതി. കാര്യം ദൈവം നമ്മളൊന്ന് ഓർത്താൽ മതി. നമുക്ക് ഈ അനുഗ്രഹം വരുന്നതിൻ്റെ സോഴ്സ്, ഇപ്പോൾ ആൻ്റണി പാടിയില്ലേ, വരുന്നുണ്ട് നിൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്, ആഹാരം വരുന്നുണ്ടെന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? ദൈവം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഭക്തി, വിശ്വാസം, സ്നേഹം എല്ലാം വർക്കൗട്ട് ചെയ്യണത് ഒറ്റ ആപ്പിലാണ്, സിംഗിൾ മെമ്മറിയാണ്. അത് കുർബാന പോലും മെമ്മറി ആക്കി കളഞ്ഞതിൻ്റെ കാരണം അതാണ്. നിൻ്റെ സ്നേഹം ദൈവം അനുഭവിക്കുന്നത് നീ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ സ്നേഹം നീ അനുഭവിക്കുന്നതും നീ ദൈവത്തെക്കുറിച്ച് ഭക്തിയോടെ ഓർക്കുമ്പോഴാണ്. ഓർമ്മയാണ് ഇതിൻ്റെ ബേസ്മെൻ്റ് എല്ലാം. വെൻ വി ലോസ്റ്റ് യുവർ മെമ്മറി, യു ലോസ്റ്റ് യുവർ ഫെയ്ത്ത് ആൻഡ് യുവർ ഗോഡ്. അതാണ് സത്യം. എന്നെങ്കിലും നീ ദൈവത്തിനെക്കുറിച്ചുള്ള ഓർമ്മ നിനക്ക് നഷ്ടമായാൽ അവിടെ വെച്ച് നീ ഭക്തനല്ലാതായി മാറും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയെക്കുറിച്ച് സ്നേഹത്തോടെ ഓർക്കുവാൻ ആവശ്യമായ അഭിഷേകം എനിക്ക് നൽകണമേ. അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്. മക്കളെ, ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ഓർമ്മയാണ്. ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുണ്ടാകുന്ന ദൈവത്തെക്കുറിച്ച് നമ്മുടെ ജീവിത അവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്താതെ തന്നെ ദൈവത്തിന് വേണ്ടി മാത്രം ഓർക്കുക കഴിഞ്ഞാൽ നീ കറക്റ്റ് ദൈവവേദയിലാകും. കാര്യം ഇതൊരു ഓർമ്മയിലാണ്. നീയും ദൈവവും തമ്മിലുള്ള റിലേഷൻസ് വർക്കൗട്ട് ചെയ്യണത് ഓർമ്മയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത്, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. ഇത് ഓർക്കുമ്പോഴെല്ലാം നമുക്ക് ചുമ്മാ ഇങ്ങനെ അപ്പം മുറിച്ച് ഓർക്കാൻ പറ്റത്തില്ല. അപ്പം മുറിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഓർക്കേണ്ടത്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സെന്റ് പോൾ റെഫറൻസ്, ശ്രദ്ധിക്കേണ്ട. ഇത് ചെയ്യുമ്പോഴെല്ലാം അവൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഓർക്കുന്നു, അവൻ്റെ തിരുമരണത്തെക്കുറിച്ച് ഓർക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊറിന്തോസ് 11:26. 1 കൊറിന്തോസ് 11:26. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവസ്ഥ. അതായത് ഇത് നിങ്ങൾ അവൻ്റെ അപ്പം അവൻ്റെ നാമത്തിലെ മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ഓർക്കേണ്ടത്? കർത്താവിൻ്റെ മരണമാണ് ഓർക്കുന്നത്. എന്നുവരെ ഓർക്കും? അവൻ്റെ പ്രത്യാഗമനം വരെ ഓർക്കും ഇവിടെ. അതുകൊണ്ടാണ് മാസിനേക്കാൾ, കുർബാനയേക്കാൾ വലിയതൊന്നും ദൈവത്തിന് സ്ഥാപിക്കാൻ പറ്റത്തില്ല എന്ന് വിശുദ്ധമാർ പറയണത് അതാണ്. കുർബാന സ്ഥാപിക്കുന്നതിനേക്കാൾ വലുത്. കാര്യം അത് ഓർമ്മയുടെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള, ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള, ദൈവത്തെ നമുക്ക് ഓർക്കാനും നമുക്ക് ദൈവത്തെ ഓർക്കാനും, ദൈവസ്നേഹത്തിലും ദൈവത്തിന് നമ്മളുടെ സ്നേഹത്തിൽ നിറയാനും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിറയാനും. അതുതന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവിടുന്ന് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ഭക്തനെ അനുസ്മരിക്കാൻ കാരണം എന്താണ്? 91:14 വായിച്ചത്. 91 നമ്മൾ ആദ്യം അതായത് അവിടുന്ന് തൻ്റെ സ്നേഹത്താൽ തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഈ അനുസ്മരണം എന്ന് പറഞ്ഞൊരു സംഭവമാണ് ആധ്യാത്മികതയുടെ ആൽഫയും ഒമേഗയും. എന്നത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓർമ്മയാണ്. കാര്യം ദൈവം നമ്മളെ ഓർക്കുന്നു. ഉടമ്പടിയെ പോലെ ദൈവത്തെ നമ്മളെക്കൊണ്ട് ദൈവത്തിന് നമ്മളെ ഓർക്കാൻ പറ്റിയ ഒരു സംവിധാനമില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് IELTS പാസ്സാകണം, അതുപോലെ എന്തെങ്കിലും വസ്തു വിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി പോകണല്ലേ, അതല്ല സംഭവം. ഇറ്റ്സ് എ ബയലാറ്ററൽ എഗ്രിമെൻറ്റ്. എന്ന് വെച്ചാൽ മനുഷ്യരാശിക്ക് ദൈവത്തിന് നമ്മളെ ഓർക്കാനും നമ്മൾക്ക് ദൈവത്തെ ഓർക്കാനും അതുവഴി ദൈവം നമ്മളുടെ സ്നേഹത്താൽ നിറഞ്ഞ് നമ്മളെ തണക്കെ അനുഗ്രഹിക്കാനും ഒക്കെയുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഓർമ്മയാണ്. അതിൻ്റെ പ്രശ്നം ആ ഓർമ്മ, ആ ഓർമ്മയെക്കുറിച്ചാണ് 111:4 പറയണത്. എന്താണ്? അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം ജീവിതമാർഗം നൽകുന്നു. പിന്നെ എന്താണ്? അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അപ്പം അനുസ്മരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടിയെ ദൈവം അനുസ്മരിക്കണം എന്നുണ്ടെങ്കിൽ
നമുക്ക് അതിന് തക്ക ദൈവസ്നേഹം ഉണ്ടാകണം. കാര്യം എന്താണ്? ഭക്തിയല്ലേ, ഭക്തർക്കല്ലേ, ഭക്തരുടെ ഉടമ്പടിയല്ലേ അനുസ്മരിക്കണത് അല്ലേ? ദൈവം ഭക്തരുടെ ഉടമ്പടിയാണ് അനുസ്മരിക്കുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ബേസിക് എന്താണ്? ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഭക്തി ഒട്ടിനിൽക്കുന്ന പരിപാടിയാണെങ്കിലും ശരിക്കും ഒട്ടിക്കണേ എന്താണ്? അവിടുന്ന് സ്നേഹത്തിൽ. Take the word of God, 91 സങ്കീർത്തനം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 91 സങ്കീർത്തനം 14 തിരുവചനം. 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ അവിടുന്ന് സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. രക്ഷ വരണതും സംരക്ഷണം വരണതും എല്ലാം വരണം എന്താണ്? നിന്റെ സ്നേഹത്തിൻ്റെ ലെവലനുസരിച്ചാണ്, ദൈവസ്നേഹത്തിൻ്റെ ലെവല്. അപ്പം അത് ഉടമ്പടി എൻ്റെ മക്കൾ ടാർഗറ്റ് ചെയ്യണത് ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങളും നിബന്ധനകളും അച്ചിട്ടതുപോലെ എണ്ണി ഒപ്പിച്ച് അതുപോലെ ചെയ്താൽ അങ്ങനെ ഒരു പാകത്തിനിങ്ങനെ പാചകവിധിയല്ലേ ഉടമ്പടി അല്ലേ? ഉടമ്പടി ഒരു പാചകവിധിയായിട്ട് പണിയെടുക്കാം അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു ഉണ്ട ചമ്മന്തി ഇറക്കണമെങ്കിൽ എന്തുമാത്രം തേങ്ങ വേണം, എന്തുമാത്രം മുളക് വേണം, എത്ര കഷ്ണം മാങ്ങ വേണം എന്നൊക്കെ ഒരു പാചകവിധിയുണ്ട്. അതുപോലെ നിനക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ 5 രോഗികളെ കാണണം, 10 പേർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ പാചകവിധിയല്ല ഉടമ്പടി. ഉടമ്പടി ദൈവസ്നേഹമാണ് വിഷയം. നീ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിയുടെ ദൈവസ്നേഹം കൂടുന്നുണ്ടോ എന്ന് നോക്കണം. അല്ല നീ ചെയ്യണ കാര്യങ്ങളല്ല. നീ ചെയ്യണ കാര്യം സാങ്കേതികമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യും? ദൈവസ്നേഹം ഇല്ലാതെ സാങ്കേതികമായിട്ടാണ് ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഒന്ന് കുറഞ്ഞ ദിവസം പറയുന്നില്ല. നീ മാലാഖമാരുടെ ഭാഷയെ സംസാരിച്ചാൽ പോലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 13:1. 1 കൊരിന്തോസ് 13:1. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. അതായത് പൗലോസ് അത്ര വലിയ കവിയല്ലായിരുന്നു. കാര്യം മുഴങ്ങുന്ന ചേങ്ങലക്കും ചിലമ്പിനുമൊക്കെ ഒരു താളമുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ താളം പോലും ഉണ്ടാകത്തില്ല സ്നേഹമില്ലെങ്കിലും അദ്ദേഹം നമ്മുടെ ഭാഷകളെല്ലാം നമുക്ക് കമ്മ്യൂണിക്കബിൾ പോലും ആകാതെ ഇരിക്കുമെന്നാണ് പറയണത്. പക്ഷേ അതിനേക്കാൾ ഗതികേടാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യണത് സ്നേഹരാഹിത്യമായിട്ടുള്ള എന്തെങ്കിലും ബേസ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. കാര്യം ഇതെല്ലാം ചെയ്യണമെങ്കിൽ സ്നേഹം വേണം. ആരോട് വേണം? ദൈവത്തോട് വേണം. ദൈവത്തോട് സ്നേഹമില്ലാതെ നിനക്ക് ആശുപത്രി പോകാനൊന്നും രോഗികളെ കാണാൻ പറ്റത്തില്ല. ദൈവത്തോട് സ്നേഹമില്ലാതെ നിനക്ക് ഒരു ബന്ധവും സ്വന്തമല്ലാത്ത ആൾക്കാരെ വിളിച്ചിരുത്തി പഠിക്കാൻ. ഇപ്പം ഞാൻ ചില പ്രശ്നത്തിൽ പറഞ്ഞു ട്യൂഷൻ പഠിപ്പിക്കാൻ പറ്റുന്നവരിപ്പോൾ ഈ വെക്കേഷൻ ടൈമാണ്. എല്ലാവരും തന്നെ ഇംഗ്ലീഷിനും കണക്കിനുമൊക്കെ കുറവുള്ള ആൾക്കാരാണ്. പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു സെൻറ്റൻസ് പോലും എഴുതാൻ അറിയാൻ പാടില്ലാത്ത 10ാം ക്ലാസ്സുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഠിപ്പുള്ളവർ SSLC അതുപോലെ തന്നെ 9ാം ക്ലാസ്സുകാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവർ കിട്ടുന്ന സമയം കൊണ്ട് അവിടെ ഗ്രാമർ ഒന്ന് ചെക്ക് ചെയ്യണം, അവിടെ കണക്കൊന്ന് നോക്കണം. അവർക്ക് ബേസിക് പോയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ 10ാം ക്ലാസ്സിൽ പഠിച്ചാൽ ജോലിയൊന്നും കിട്ടത്തില്ല അവർക്ക്. ഗവൺമെൻറ് പിന്നെ ഇരട്ടി ട്യൂട്ടോറിയൽ ഇരട്ടി പണം മുടക്കി പിന്നെ ഇവരെ പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഗ്രേസ് മാർക്ക് കൊടുത്ത് വിടും. പക്ഷേ ഇവരെന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സ്കിൽഫുൾ അല്ലാത്ത കുറച്ച് തൊഴിലാളികളെ അടുത്ത തലമുറ സൃഷ്ടിക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസമാണ് ചില സമയത്ത് ഓൾ പ്രൊമോഷൻ കൊണ്ട് ഉണ്ടാകുന്നത്. ഗവൺമെൻറ് അതേ പറ്റത്തുള്ളൂ. ഞാൻ ഗവൺമെൻറ് കുറ്റം പറയുകയല്ല. പക്ഷേ അതേസമയം തന്നെ ഇങ്ങനെ ഷെഡ് ഔട്ട്സുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതേസമയം തന്നെ 9ാം ക്ലാസ് വരെ ചെന്നിട്ടും ബേസിക്സ് കിട്ടാത്തവരുണ്ട്. അവരെ നിങ്ങൾ വിളിച്ചിരുത്തി ജാതി മതവും നോക്കാതെ അവരുടെ ബേസിക്സ് കറക്റ്റ് ചെയ്യണം. ഗ്രാമർ ആയാലും ഇംഗ്ലീഷ് ആയാലും കണക്കായാലും ഒന്ന് നോക്കണം. ഗ്രാമർ, ഇംഗ്ലീഷ്, കണക്ക് ഒന്ന് നോക്കിയിട്ട് കാര്യം അവർക്ക് ഇപ്പോൾ പൈസ കൊടുത്ത് ട്യൂഷൻ ചെയ്യാൻ ഉള്ള മാർഗ്ഗമില്ലാത്തവരെ നോക്കണം. അത് ഉടമ്പടിയുടെ ഒരു ഭാഗമാകണം. പക്ഷേ അത് നിങ്ങൾ ദൈവസ്നേഹത്താൽ ചെയ്യണം. ദൈവസ്നേഹത്തെ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമുദായ സ്നേഹമാണ് ഉള്ളത്. കേരളത്തിൻ്റെ കാര്യം പറയുക, ഒരു മനുഷ്യൻ ദൈവസ്നേഹത്തെ ഇപ്പം നമ്മൾ ജാതി മാറണം, ജാതി ഉണ്ടാവരുത്, മതം ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞാലും ഇത് ഒരു പറയുന്ന ആൾക്കാർ അതിനൊക്കെ വലിയ ജാതി കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ജാതി മതം ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അതിജീവിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ചില പറയും ഇവിടെ ഇപ്പോൾ കാസ്റ്റുമാർ കല്യാണം കഴിക്കുന്നവർക്ക് ഗവൺമെൻറ് കാസ്റ്റ് കൊടുക്കണില്ലേ? കാസ്റ്റുമാർ കല്യാണം കഴിക്കുന്നവർക്ക് അല്ലേ, 2 കാസ്റ്റിൽ എതിർ കാസ്റ്റിൽ കല്യാണം കഴിക്കുന്നവർക്ക് കാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാസ്റ്റ് സിസ്റ്റം മാറുമെന്നാണ് ഇവർ പറയണത്. ആര് മാറാൻ? ഒരിക്കലും മാറത്തില്ല. കാരണം ഇത് ജാതി എന്നല്ല, ജനിതകമല്ല, ജനറ്റിക് അല്ല. ഇത് സാധനം ബ്ലഡിൽ കിടക്കുന്ന സാധനമല്ലേ ഇത്. ജാത്യ ഗുണം തൂത്താ പോവുക.
ഇതിൻ്റെ ഉള്ളത് ജനറ്റിക്കൽ കേസാണിത്. ഇത് കുറേ വർഷങ്ങൾ. അതുകൊണ്ടാണ് ഈശോ എന്നാ പറഞ്ഞറിയാവോ, ലവ് ലെവൽ കൂട്ടണം. ലെവൽ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ജാതി മതം നോക്കത്തില്ല. ഈശ്വരൻ്റെ വിശ്വാസത്തെ ചിലപ്പോൾ അത് നോക്കും, ബാക്കി ഭൗതിക കാര്യങ്ങൾക്കൊന്നും നോക്കത്തില്ല. ഈശ്വര വിശ്വാസം നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിത്യത വീട്ടിക്കൊണ്ട് നമ്മൾ ഒരു കളിയും കളിക്കാൻ പറ്റത്തില്ല. കാര്യം നിത്യതയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് രക്തം ചിന്തി ജീവൻ ചൊരിഞ്ഞവനാണ് നമുക്ക് നിത്യജീവൻ നൽകരുത്. ആ നിത്യജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ സംസാരിക്കുന്ന വിഷയം വിദ്യാഭ്യാസമാണ്, നിത്യതയല്ല. അനുദിന ജീവിതത്തിലെ ഭൗതിക ജീവിത സാഹചര്യങ്ങളാണ്. ഭൗതിക ജീവിത സാഹചര്യങ്ങളുടെ കൊടുക്കലും മെഡിക്കലും ഒക്കെ വരണതെല്ലാം ഒരു മനുഷ്യൻ്റെ സ്നേഹ ലെവലിൽ കൂടുമ്പോഴാണ്. അതുകൊണ്ട് ഈശോ എന്നാ ചെയ്യുന്നറിയാവോ, ഞാനാണെന്ന് എന്നെ നിങ്ങൾ സ്നേഹിക്കണം. എന്തിനാണെന്നറിയാവോ, എന്നെ നിങ്ങൾ എല്ലാത്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞില്ലേ, അതെന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? എന്തിനാണ്? എല്ലാത്തിനേക്കാൾ ഉപരി നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാം, ജാതി മതം നോക്കാതെ. അതുകൊണ്ട് എന്ത് പറഞ്ഞു, ഞാൻ രോഗിയാണെന്നല്ല ഈശോ പറഞ്ഞത്, അല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 25:36. മത്തായി 25:36. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പൊ രോഗിയെ കാണുമ്പോൾ ആരായിട്ട് കാണുമെന്നാ പറയണത്? ക്രിസ്തുവായിട്ട് കാണണമെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? അതാണ് വിഷയം. എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവസ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് പിന്നെ എന്താ പറയണത്, അത് നേരെ തിരിച്ചു വരും. എങ്ങനെ തിരിച്ചു വരും? നമ്മൾ രോഗിനെ കാണുമ്പോൾ നമ്മൾ എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ആ എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിന് കൊടുക്കുന്ന സ്നേഹം ആർക്ക് കൊടുക്കും? നമ്മൾ. ഞാൻ ക്രിസ്തുവിനെ രോഗിയായിട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ രോഗിനെ ക്രിസ്തുവായിട്ട് കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം തന്നെ ക്രിസ്തുവിന് കൊടുക്കുന്ന ആ ബഹുമാനവും ആദരവും സ്നേഹവും നമ്മൾ ആർക്ക് കൊടുക്കും? രോഗികൾക്ക് കൊടുക്കും. മനസ്സിലായ? അവരെന്ത് ജാതിയായാലും എന്ത് അവസ്ഥയായാലും ആ ദൈവത്തിന് കൊടുക്കുന്ന അതേ നിലവാരം ആ രോഗികൾക്ക് കൊടുക്കും. ഇത് സുഖമാണ് സുവിശേഷത്തിൻ്റെ കാഴ്ചപ്പാട്. ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും പറയണില്ല. തളർന്നു കിടക്കുന്നവനെ താങ്ങാനുള്ള ദൈവസ്നേഹം ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട കാലമാണ് നോൻപ് കാലം. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഉടമ്പടിയിൽ നമ്മൾക്ക് ഉടമ്പടി എപ്പോഴും പുഷ്പിക്കുന്നത് ദൈവസ്നേഹത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ടെക്നിക്കലായിട്ടും ഇങ്ങനെ സാങ്കേതികമായിട്ടും വിഷയങ്ങൾ ചെയ്താൽ അത് ഡ്രൈ ഉടമ്പടി എന്ന് പറയും, ഡ്രൈ കവനൻറ്റ്. നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്നത് ഡ്രൈ കവനൻ്റാണ്. ഞാൻ എപ്പോഴും ഡ്രൈ കവനൻ്റ് എന്ന് പറയാം. എന്നാൽ ഡ്രൈ കവനൻ്റ് ഞങ്ങൾ കുർബാന ചൊല്ലുന്ന പട്ടക്കിടുന്ന മുമ്പ് ഡ്രൈ മാസം നടത്തുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞായിരുന്നു, ഇപ്പോഴും ഞാനത് പറയുകയാണ്. ഡ്രൈ മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒസ്തി പിന്നൊക്കെ എടുത്തിട്ട് കുർബാനയുടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊടുക്കും. പട്ടം കിട്ടിയിട്ടില്ല, അത് ചൊല്ലി പഠിക്കുകയാണ്. അതുകൊണ്ട് എന്താ പറ്റും, നമ്മൾ എത്ര വാഴ്ത്തിയാലും ഈ ഗോതമ്പ് അപ്പം ഈശോയുടെ ശരീരമായി മാറത്തില്ല. ചിലത് എത്ര ഉടമ്പടി രോഗികളെ കണ്ടാലും ദൈവസ്നേഹം വർക്കൗട്ട് ചെയ്യത്തില്ല. ഡ്രൈ കവനൻ്റാണ്. ദൈവസ്നേഹം ഇല്ലാതെ നിങ്ങൾ എന്ത് ഉടമ്പടി പ്രകാരം ആതുര സേവനങ്ങൾ ചെയ്താലും, കാര്യം ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അവസരം കാണുമ്പോൾ ദൈവമായിട്ട് തോന്നണം. അതാണ് എൻ്റെ ഭക്തി എന്ന് പറയുന്നത്, അതാണ് ഞാനെന്ന് പറയണത്. അല്ലെങ്കിൽ ഈശോക്ക് രോഗികളെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, ഞാൻ രോഗിയായിരുന്നു എന്നാണ് പറയണത്. ദാറ്റ് മീൻസ് എല്ലാത്തിനുപരി ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞ ദൈവം തന്നെ സ്നേഹിച്ചിട്ട് ചില പറയുമേ ദൈവം എന്ത് സ്വാർത്ഥനാണ്, എല്ലാത്തിനേക്കാളും ഒരു ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കണം. എനിക്ക് നമുക്ക് വേറെ മനുഷ്യന് വേറെ പണിയൊന്നുമില്ല. യുക്തിവാദികളൊക്കെ പറയത്തില്ലേ ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കാൻ വേണ്ടി ജനങ്ങളെ നിർബന്ധിക്കണം ദൈവം എന്തൊരു സ്വാർത്ഥനാണ്. പക്ഷേ അതെന്താ സംഭവം? നമ്മൾ ദൈവത്തെ സമ്പൂർണ്ണമായി എല്ലാത്തിനും ഉപരി സ്നേഹിച്ച് കഴിയുമ്പോൾ അടുത്ത കൽപ്പന പറയും. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അപ്പം നഗ്നനും രോഗിയും പാവപ്പെട്ടവനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത നിലവാരങ്ങളിൽ നിൻ്റെ ഒപ്പം നടന്നു കയറാൻ പറ്റാത്തവർ ആരുണ്ട്? അവർക്ക് നീ സഹായിക്കാൻ ചെല്ലുമ്പോൾ നിൻ്റെ ബന്ധുവാണോ, സ്വന്തമാണോ, ജാതിക്കാരനാണോ, സമുദായക്കാരനാണോ നോക്കും. അങ്ങനെ നോക്കരുത്, ഞാനാണെന്ന് കണ്ടാൽ മതിയെന്ന്. ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ വചനം ഇങ്ങനെ തന്നെ. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ സ്നേഹം എന്താണ്? കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജാതിയോ മതമോ ബന്ധുവോ സ്വന്തമോ ഒന്നും നോക്കിയല്ല ആൾക്കാരെ സ്നേഹിക്കണമെന്ന്. അതെന്താ പറയുക? എനിക്ക് ഇഷ്ടമുള്ളവരോട് എനിക്ക് കാരുണ്യം കാണിക്കാം. അത് ഇഷ്ടത്തിൻ്റെ പേരിലാണ്, ജാതിയുടെ പേരിലല്ല, മതത്തിൻ്റെ പേരിലല്ല, സമുദായത്തിൻ്റെ പേരിലല്ല. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുന്നത് ദൈവത്തിന് നിന്നോട് ഇഷ്ടം തോന്നുന്നതിൻ്റെ പേരിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്ന നിങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന കക്ഷികളെ
നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന് നിങ്ങളുടെ ഇഷ്ടം തോന്നുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ? വേറെ ഒന്നും ചിന്തിച്ച് കളി കയറേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ ഇത്രയും, അതായത് ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന കക്ഷികളോട് ദൈവത്തിന് ഇഷ്ടം തോന്നണം. എന്താ കാരണം? ഈ ദൈവസ്നേഹം രൂപപ്പെടുത്തി വന്നാൽ, അത് ഉടമ്പടി ബേസ്മെൻറ്റിലല്ല ദൈവസ്നേഹം നമ്മളിൽ രൂപപ്പെടുത്തി വരണത്. കാര്യം അത് ഭക്തിയിൽ അടിസ്ഥാനമാണ്. ഭക്തി ദൈവസ്നേഹത്താൽ ഒട്ടുന്ന വിഷയമാണെന്ന് സങ്കീർത്തനം 91:14 പറഞ്ഞില്ലേ? അപ്പോഴേ ഈ ഉടമ്പടിയിൽ ലക്ഷ്യം എന്താണ്? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക. അപ്പോഴെന്ത് പറ്റും? നിനക്ക് ദൈവത്തിന് നിന്നോട് ഇഷ്ടം തോന്നും. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഗ്രൗണ്ടുമില്ല. എന്താണ്? എനിക്ക് ഇഷ്ടമുള്ളവരോട് അങ്ങനെ ഒരു വചനമുണ്ട്. എന്താ വചനം? സങ്കീർത്തനം റോമ 9:15 എടുത്തേ. ശ്രദ്ധിക്കട്ടെ. റോമ 9:15 എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇതാണ് വിഷയം. ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തു. ഇനി എന്താണ് ഓപ്ഷൻ? പന്ത് കർത്താവിൻ്റെ കോട്ടിലാണ്. എന്താ ദൈവത്തിൻ്റെ നിലപാടെന്താണ്? എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കാം. പിന്നെന്താ പറഞ്ഞിരിക്കണത്? എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ തോന്നും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഔട്ടായി കഴിഞ്ഞാലേ, ക്വസ്റ്റ്യൻ ഔട്ടായി, ഇനി നമ്മൾ ആൻസർ നമ്മളായി പറയേണ്ടത്. അപ്പോൾ ദൈവത്തിന് നമ്മളോട് ദയ തോന്നാൻ എന്താ ഒരു വഴി? അടുത്ത ചിന്ത അതല്ലേ? ദൈവം ഓപ്പണായിട്ട് പറഞ്ഞിരിക്കണം. എന്താ പറഞ്ഞിരിക്കണത്? എനിക്ക് ഇപ്പോൾ റോമ 9:15 എന്താ പറയണത്? എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ ദൈവം നമ്മോട് തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ ക്ലിയർ ആയില്ലേ സംഭവം? ദൈവത്തിൻ്റെ ദയ നമ്മളോട് ഇപ്പം നമുക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണം. എന്ത് ഗ്രൗണ്ടിലാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ യോഗ്യത കൊണ്ടല്ല, ദയ കൊണ്ടാണ്, അനുകമ്പ കൊണ്ടാണെന്ന് വ്യക്തമല്ലേ? ശോഭയ്ക്ക് കിട്ടിയതും അതുപോലെ 5 ആനിന് കിട്ടിയതും എന്താണ്? അനുകമ്പയും ദയമാണ് കിട്ടിയിരിക്കുന്നത് ഉടമ്പടി വഴി. അങ്ങനെ ദൈവത്തിന് ഉടമ്പടി പ്രകാരം എന്നോട് ദയ തോന്നണമെങ്കിൽ, എന്നോട് അനുകമ്പ തോന്നണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് നിലപാട് എന്താണ്? എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ അനുകമ്പ തോന്നും. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. ഇന്ന പർട്ടിക്കുലർ വ്യക്തിയൊന്നുമില്ല. പിന്നെ നമ്മുടെ ഭാഗത്താണ് ബോൾ വരേണ്ടത്. ബോൾ പിന്നെ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ദയ നമ്മളോട് തോന്നാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വസ്റ്റൻ. അടുത്ത ക്വസ്റ്റൻ അതല്ലേ? ഉടമ്പടി വർക്കൗട്ട് ചെയ്യണം. ഇങ്ങനെയാണ്. എന്നോട് ദൈവത്തിന് ദയ തോന്നാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നോട് എൻ്റെ കുടുംബത്തോട് അനുകമ്പ തോന്നാൻ ഞാൻ എന്ത് ചെയ്യണം? 9:16 വായിച്ച ശ്രദ്ധിക്കട്ടെ. റോമ 9:16 അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇനി പ്രയത്നിച്ചത് കൊണ്ടും ആ പ്രയത്നത്തിന്റെ പിന്നിൽ ഇപ്പം ഞാൻ പറഞ്ഞു സാങ്കേതികമായി പ്രവർത്തിക്കാം. 10 പത്രം മേടിച്ചിട്ട് ഓരോരുത്തരും കൊടുത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. രോഗികളെ പോയി കാണാം. അങ്ങനെ സാങ്കേതികമായി നമുക്ക് പ്രവർത്തിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവസ്നേഹം ഇല്ലാതെ ഇത് ഇവിടുന്ന് പറഞ്ഞു, കൃപാസനത്തിന് പറഞ്ഞു പത്രം കൊടുക്കാൻ, കൃപാസനത്തിന് പറഞ്ഞു രോഗികളെ കാണാം, അതുകൊണ്ട് ഞാൻ രോഗികളെ കാണാൻ പോവുകയാണ്. ഇങ്ങനെ ആർക്കും ചെയ്യാം. ഇങ്ങനെ വർക്ക് ചെയ്താൽ അതാണ് 9:16 വായിച്ചു. റോമ 9:16 അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രവർത്തനമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ആഗ്രഹിച്ചത് കൊണ്ടോ ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടോ ദൈവം അതുപോലെ തിരിച്ച് പ്രവർത്തിക്കണമെന്നല്ല. നമുക്ക് ദയയാണ് പ്രശ്നം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ കരുണ, അനുകമ്പ എന്ന് പറയുന്നത്, ദയ എന്ന് പറയുന്നതും ഗ്രേസ് എന്ന് പറയുന്നതും എല്ലാം ഗ്രേസിൻ്റെ ഇഫക്ട്സ് ആയിട്ടാണ് ഇതെല്ലാം വരണത്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുന്ന അടുത്ത് വെച്ച് നമുക്ക് വേണ്ടത് ദയയാണ് ദൈവത്തിൻ്റെ. അത് ഗ്രേസ് എന്ന് ചില സമയത്ത് പറയും, ചില സമയത്ത് കരുണയെന്ന് പറയും, ചില സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ അനുകമ്പയെന്ന് പറയും. എന്താ നമുക്കതാ വേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കതെങ്ങനെ ആർജിക്കാൻ പറ്റുമെന്നാണ് സങ്കീർത്തനം 103:18. ശ്രുതികട പരമദിവ്യകാരുണ്യത്തിന് 103-ാം സങ്കീർത്തനം 17-18 തിരുവചനങ്ങൾ.
എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. എന്നാൽ കർത്താവിന്റെ കാരുണ്യം, എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ, അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ഇപ്പൊ എന്തൊരു പ്രോബ്ലം എന്ന് മനസ്സിലായില്ലേ? അതായത് ദൈവത്തിന്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന്, പ്രഖ്യാപിത നിലപാട് എന്താണ്? റോമ 9:15. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, റിപ്പീറ്റ്, റിപ്പീറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 9:16. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ദയയാണ് അടിസ്ഥാനം. അപ്പൊ ദയയാണ് അടിസ്ഥാനമെങ്കിൽ ദൈവത്തിന്റെ നിലപാട് എന്താണ്? 9:15. റോമ 9:15. ടേക്ക് അപ്പ് വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 9:15. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും. അപ്പൊ നമ്മുടെ പ്രവർത്തനവും ആഗ്രഹവും അല്ല 9:16 പറയുന്ന പോലെ ദൈവത്തിന് ദയ കിട്ടാനുള്ള ഒരു മാർഗം. ദൈവത്തിന് ദയ കിട്ടാനുള്ള മാർഗം എന്താണ്? അതാണ് സങ്കീർത്തനം 103:18 പറയുന്നത്. എന്താണത്? സങ്കീർത്തനം 103:17-18. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. സങ്കീർത്തനം 103:18 പറയുന്നുണ്ട്. എന്താ പറയണത്? കർത്താവിന് ഇപ്പോൾ റോമ 9:15 അനുസരിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളവരോട് കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പ കാണിക്കുന്നു പറഞ്ഞാലും കർത്താവിൻ്റെ കാരുണ്യം ആ ഇഷ്ടമുള്ളവരുടെ പട്ടികയിൽ ആരാണ് വരുന്നതെന്നാണ് സങ്കീർത്തനം 103:18 വരുന്നത്. ആരാ വരുന്നത്? കർത്താവിൻ്റെ ഇഷ്ടമുള്ളവരുടെ പട്ടികയിലേക്ക് നമ്മൾ വരുന്നത് എങ്ങനെയാണ്? സങ്കീർത്തനം 103:18 അനുസരിച്ചാണ്. ഉടമ്പടി പാലിക്കുന്നവരുടെ മേലെ. ആ ഉടമ്പടി പാലിക്കണത് എങ്ങനെയാണ് പാലിക്കണത്? ആ പാലിക്കണത് സ്നേഹത്തിൽ ഒട്ടുനിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ആ സങ്കീർത്തനം 91 പറയണത്. എന്താണ്? അതായത് നമ്മൾ ഉടമ്പടിയിലാണ് ഒരു മാർഗമുള്ളത്. ദൈവത്തിന് ഇഷ്ടമുള്ളവർ സ്നേഹം കാണിക്കുന്നു, ഇഷ്ടമുള്ളവർ അനുകമ്പ കാണിക്കുന്നു. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി നമ്മൾ മാറാൻ നിശ്ചയിച്ചിരിക്കുന്ന സംവിധാനം ഉടമ്പടിയാണ്. ഉടമ്പടി തന്നെ വെറുതെയും എടുക്കാം, സാധാരണ ആൾക്കാർ സാങ്കേതികമായിട്ട് എടുക്കാം, വർക്കൗട്ട് ചെയ്യത്തില്ല. അത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സങ്കീർത്തനം 91 വർക്കൗട്ട് ചെയ്യണം. അതെന്താണ്? അവിടുന്ന് സ്നേഹത്തോടെ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ദൈവസ്നേഹത്തിലാണ് ഈ വിഷയം നിൽക്കുന്നത്. ആർക്കാണ് തികഞ്ഞ ദൈവസ്നേഹം തോന്നണത്? അവരോട് ദൈവത്തിന് ഇഷ്ടമുണ്ടാകും. ആ ഇഷ്ടത്തിൻ്റെ, ആ ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണതയും സത്യസന്ധതയും ആഴവും അനുസരിച്ച് കൊണ്ടാണ് ഭക്തി വർദ്ധിക്കുന്നത്. ആ ഭക്തരോട് 2 കാര്യങ്ങളാണ് ദൈവം ചെയ്യണത്. ഒന്ന്, ഭക്തി വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ ചുണ്ടുകൊണ്ടുള്ള ഭക്തിഗാനങ്ങളും ഭക്തി പ്രാർത്ഥനയും പാരപശ്യങ്ങളൊന്നുമല്ല, സത്യസന്ധമായ ജീവിത സാക്ഷ്യങ്ങളിലൂടെയാണ് നമ്മുടെ ഭക്തി ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് 2 കാര്യങ്ങൾ ഭക്തിയുള്ളവർക്ക് സംഭവിക്കും. എന്താ സംഭവിക്കും? ഒന്ന്, വലിയ കാര്യങ്ങൾ ചെയ്യും ദൈവം. 2, തലമുറകൾ തോറും ചെയ്യും. പ്രൈസ്. അതാണ് അമ്മ പറയണത്. സങ്കീർത്തനം ലൂക്ക 1:49-50. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഈ കരുണ തലമുറ തോറും വർഷിക്കുന്ന ഭക്തരോടാണ്. ഭക്തരെന്ന് പറയണത് ഉടമ്പടി ചെയ്യുന്നവരാണ്. ഉടമ്പടി ചെയ്യുന്നവരെന്ന് പറയണത് കടുത്ത ദൈവസ്നേഹം നിറഞ്ഞ് ദൈവത്തെ എല്ലാത്തേക്കാളുപരി സ്നേഹിക്കുന്നവരാണ്. എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവത്തിൻ്റെ നാമത്തിൽ അതിനേക്കാൾ താഴെയുള്ള നമ്മളെക്കാൾ നമ്മുടെ സഹായവും നമ്മുടെ സാന്നിധ്യവും ആവശ്യമുള്ളവരെ ദൈവസ്നേഹത്താൽ സ്നേഹിക്കുകയും അഭിഷേകം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഉടമ്പടിയുടെ ഒരു മെക്കാനിസം എന്ന് പറയണത്. അല്ല വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. വേറെ ഒന്നുമില്ലെന്നല്ല. ഈ കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് ഈ ഏറ്റവും പ്രക്ഷുബ്ധമായൊരു കാലഘട്ടത്തിൽ
മനുഷ്യൻ ഈ ലോകത്ത് നിരന്തരം എല്ലാ ദിവസവും സാക്ഷ്യം പറയുകയാണ്. എല്ലാ ദിവസവും കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യത്തിന് എന്തുകൊണ്ടാണ് ഇന്നലെ മേഞ്ഞിട്ട സാക്ഷ്യം 1.25 ലക്ഷം പേര് ഉടനെ കണ്ടത് എന്തുകൊണ്ടാണ്? സാക്ഷ്യം ഇടിപെട്ടായതുകൊണ്ടാണ്. ആ കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് നിങ്ങൾ പറയുന്ന പോലെ ഒരു പരസ്പര സമ്മതത്തെക്കാൾ ഉപരി അതിൻ്റെ ബയോളജി, അതിൻ്റെ പരിച്ഛേദങ്ങളൊക്കെ, അതിൻ്റെ ആന്തരിക ആത്മീയ ഘടനകളൊക്കെ ആഴമായ കാലഹരണപ്പെടാത്ത ദൈവത്തിൻ്റെ മനസ്സിൻ്റെ വെളിപാടുകളാണ്. അതാണ് ഇക്കാലങ്ങളിൽ നമ്മുടെ ജീവിതാവസ്ഥകളിലേക്ക് ദൈവം നമ്മളെ വെളിപ്പെടുത്തി നമ്മളെ ദൈവം അനുദിനം ഉടമ്പടിയിലൂടെ അനേകം മക്കളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടുള്ളവരെ, ഇവിടെ തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ എന്നെ ശ്രവിക്കുന്നവരും ഈ ധ്യാനം എപ്പോഴെല്ലാം ഇവിടെ ചെയ്യാൻ കൂടുന്നു അപ്പോഴെല്ലാം സത്യാവസ്ഥ മനസ്സിലാക്കി, കോട്ട് ദി മാറ്റർ, ആന്തരികതയിൽ എന്താണ് ഉടമ്പടി എന്ന് മനസ്സിലാക്കി അതിനെ സത്യസന്ധമായി ബുദ്ധിപരമായി പരിശോധിച്ച് ഹൃദയം കൊണ്ട് ചെയ്ത് സുവിശേഷത്തിൻ്റെ എക്കാലത്തെയും വലിയ സാക്ഷികളായി മാറാൻ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടിയുടെ ആത്മാവറിഞ്ഞ ഉടമ്പടിയുടെ ആത്മാവറിഞ്ഞ് ദൈവത്തിന്റെ ഹൃദയം വിവേചിച്ച് സുവിശേഷത്തിന്റെ ജ്വലിക്കുന്ന സാക്ഷികളായി മാറാൻ ഞങ്ങളെ ഈ ആരാധനയിൽ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെക്കാൾ ഏറ്റവും വലുതാണ് ദൈവവും ഞാനുമായിട്ടുള്ള സ്നേഹബന്ധം എന്ന സത്യം തിരിച്ചറിഞ്ഞ ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ ജീവിക്കാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പരമപിതാവേ, മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി.